ഹായ് ഫ്രണ്ട്സ്, ബിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ വേണ്ടി പോണത് നിങ്ങളൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു 7 പോയിൻ്റ് പറയുന്നുണ്ട്. ആ 7 പോയിൻറ്റിൽ 4 പോയിൻ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ദിസ് ഇസ് ബിഫോറസ്, ഞാൻ നിങ്ങളുടെ സ്മിതേഷ്. നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഹോം ലോണാണ്. ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടോ, അത് അത്യാവശ്യം നല്ല എമൗണ്ടിൽ നിങ്ങളൊരു ഹോം ലോൺ എടുത്തിട്ടുണ്ടോ, അതൊരു ലോങ് ഡ്യൂറേഷനിലേക്കാണോ, ഇത് രണ്ടുമാണെങ്കിൽ നിങ്ങൾ അതിലൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലേ എന്ന് നിങ്ങൾ കണക്കാക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ്, അതായത് വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം വേണ്ടിയിട്ട് മിനിമം ഒരു 5 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ എടുത്ത് ഇരിക്കണം. ഈ ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ്. ഈ എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നുണ്ട്, എമർജൻസി ഫണ്ടിനെ കുറിച്ച്. ഒരു എമർജൻസി ഫണ്ട് ഇല്ലായ്മ അത് വലിയൊരു കാര്യമാണ്. അതൊരു 6 മാസത്തെ എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എന്നാണ്. കറക്റ്റായിട്ട്, അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ആ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് പേഴ്സണൽ ലോണാണ്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് പേഴ്സണൽ ലോൺസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയൊരു ട്രാപ്പിൽ പെടുത്തുന്നതാണ്. പിന്നെ ആറാമത്തെ ഘടകം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സ് ഇല്ലായ്മ. അതായത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒറ്റ വരുമാനത്തിൽ മാത്രം അടഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്നതാണ്. ബിക്കോസ് കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. സോ നമുക്ക് മെയിനായിട്ട് ഒന്നിൽ കൂടുതലായിട്ടുള്ള വരുമാന സ്രോതസ്സ് ഉണ്ടായിരിക്കണം. ഏഴാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ റഫായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്നതാണ്. ഇത്രയും കാര്യങ്ങളിനകത്ത് ഒരു 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.